ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 13 to 17. ഈ വചനഭാഗം നമ്മൾ എപ്പോഴും സുവിശേഷ പ്രസംഗങ്ങളിലെല്ലാം കേൾക്കുന്ന ഒരു ഭാഗമാണ്. എന്നാൽ ഇന്ന് നാം ഈ ഭാഗം ഒരു വിപരീത ക്രമത്തിൽ ധ്യാനിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വിപരീത ക്രമത്തിൽ 13 തൊട്ട് തുടങ്ങുന്നതിന് പകരം 17 തൊട്ട് തുടങ്ങണം. 17ാമത്തെ വാക്യം പറയുന്നത്, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇത് നമ്മൾ വേറെ വിധത്തിലൊന്ന് ധ്യാനിക്കണം. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. വിശ്വാസം മനുഷ്യൻ നിർമ്മിക്കുന്ന ഒരു കാര്യമല്ല. വിശ്വാസം ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്. പക്ഷെ വിശ്വാസം ക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന ദൈവിക പ്രവൃത്തിയാണ്, ദൈവിക പദ്ധതിയാണ്. പ്രൈസ് ഗോഡ്. ദൈവിക പദ്ധതിയാണ്. അപ്പോൾ വചനം കേൾക്കുമ്പോൾ ചിലർക്ക് അതിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ ചിലർക്ക് പ്രചോദനം ലഭിക്കുകയാണ്. എന്നാൽ ചിലർക്ക് വചനം കേൾക്കുമ്പോൾ ജീവൻ ലഭിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട്, എങ്ങനെ അത് സംഭവിക്കുന്നു? കാരണം പരിശുദ്ധാത്മാവ് എഴുതി വെച്ച വചനം, ആ വചനത്തെ ജീവനുള്ള വചനമാക്കുന്നത് ദൈവമാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതിന് പകരം നമ്മൾ പ്രസംഗം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുകയാണെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കാണപ്പെടും, അനുഭവപ്പെടും. പ്രസംഗം വെറും വാക്കുകളായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ അതേ വാക്കുകൾ ഹൃദയത്തെ ഛേദിക്കും, ഒരു ഹൃദയത്തിന് കുത്തുകൊള്ളും. അതേ വാക്കുകൾ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കും. അതേ വാക്കുകൾ വിശ്വാസത്തെ ജനിപ്പിക്കും. മാനസാന്തരം, വിശ്വാസം, ഇതെല്ലാം കൊണ്ടുവരുന്നത് ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ കൂടെയാണ്. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ സഭയിൽ ഇരിക്കുമ്പോൾ ഒരു സാധാരണ പ്രസംഗം കേൾക്കുവാനാണോ ഇരിക്കുന്നത്? അതോ നാം ദൈവത്തിന്റെ സ്വരം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനാണോ വരുന്നത്? ഒരു ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ വരികയാണെങ്കിൽ 100% ദൈവം അവിടെ പ്രവർത്തിക്കും, സംസാരിക്കും. അപ്പോൾ ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞത് വിശ്വാസത്തെക്കുറിച്ചാണ്. വിശ്വാസം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. 14ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ ഞാൻ കേൾക്കും? ദൈവം മനുഷ്യരെ രക്ഷിക്കാൻ തിരഞ്ഞെടുത്ത ഒരു മാർഗമാണ് ഈ പ്രസംഗം അല്ലെങ്കിൽ സുവിശേഷം. ദൈവം അതിന് ദൂതന്മാരെ അയച്ചില്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് ശബ്ദമിറക്കിയില്ല. എഴുത്ത് മാത്രം നൽകി നിർത്തിയില്ല. ഒരു വേദപുസ്തകം തന്നിട്ട് നിർത്തിയില്ല. ദൈവം മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു. ദൈവം മനുഷ്യന് വാക്കുകൾ കൊടുത്തു. വാക്കുകൾ അവന്റെ വായിൽ കൊടുത്തു, അവന്റെ വായിൽ വെച്ചു. ആത്മാവിന്റെ അഭിഷേകം അവന് നൽകി. പ്രസംഗം ദൈവത്തിന്റെ ഒരു വലിയ ഉപകരണമാണ്. അതുകൊണ്ട് പ്രസംഗം ഒരു സാധാരണ കാര്യമല്ല. പ്രസംഗം ഒരു ദൈവിക കൈമാറ്റമാണ്. പ്രസംഗം ഒരു ആക്ടിവിറ്റി അല്ല. പ്രസംഗം ഒരു ദൈവിക കൈമാറ്റമാണ്. അവിടെ ഭയങ്കര ആത്മീക കാര്യങ്ങൾ നടക്കുന്ന ഒരു വേദിയാണത്. പ്രൈസ് ഗോഡ്. പ്രസംഗിക്കുന്നവൻ സംസാരിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവോടെ പ്രവർത്തിക്കുകയാണ്. മനുഷ്യൻ വാക്ക് ഉച്ചരിക്കുന്നു, പക്ഷേ ദൈവം ഹൃദയത്തെ സ്പർശിക്കുന്നു. ഉദാഹരണത്തിന് ഞാൻ പറയാം. എൻ്റെ ഓഫീസിൽ ഞാൻ എൻ്റെ സെക്രട്ടറിയുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റിസപ്ഷനിലെ വേറെ ഒരു വ്യക്തി ഈ കാര്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ കുറച്ചുനാൾ, ഒരു വർഷം അവൻ എൻ്റെ ബൈബിൾ സ്റ്റഡി വന്നു.
250 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ചെയ്ത് എൻ്റെ ബൈബിൾ സ്റ്റഡി വെനസ്ഡേ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോലിക്കും പിറ്റേ ദിവസം പോകണം. വളരെ കമ്മിറ്റഡ് ആയിട്ട് അവൻ അറ്റൻഡ് ചെയ്തു. അവസാനം അവൻ്റെ ഹൃദയത്തെ ദൈവം സ്പർശിച്ചു. അവൻ മാനസാന്തരപ്പെട്ടു. ഒരു യാക്കോബ കുടുംബത്തിൽ നിന്ന് അവൻ ഒരു സ്നാനമൊക്കെ എടുത്തു പുതിയ ഒരു സൃഷ്ടിയായി മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ വാക്കുച്ചരിക്കുകയാണ്. ഞാൻ വെറുതെ പറഞ്ഞു പോയതായിരിക്കും, പക്ഷേ ആ വാക്കുകൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ തൊട്ടു, അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു. നാം കേൾക്കുമ്പോൾ നമ്മുടെ മനോഭാവം എന്താണ്? സാധാരണ ഒരു വിമർശന മനോഭാവമാണോ? അല്ലെങ്കിൽ ദൈവം സംസാരിക്കുന്നു എന്നൊരു ബോധം, ഒരു അറിവ് നമുക്കുണ്ടോ? അതിനുള്ളതായ നമുക്ക് തയ്യാറെടുപ്പുണ്ടോ? ഒരു പ്രിപ്പറേഷൻ ഉണ്ടോ? പരിചിതമായ വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് പ്രതികരിക്കുന്നത്? ഇത് ഞാൻ കേട്ടിട്ടുള്ള ഭാഗമാണ്. ഒരുപക്ഷെ ഞാൻ ഇന്ന് എബ്രഹാമിന്റെ കഥയെടുത്ത് അല്ലെങ്കിൽ ഭാഗമെടുത്ത് പ്രസംഗിക്കുകയാണെങ്കിൽ പറയും, അയ്യോ ഇതുപോലെ എത്രയോ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ദൈവമേ ഇന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് പറയുകയാണെങ്കിൽ, ഈവൻ കേട്ട കാര്യങ്ങളാണെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഹൃദയത്തെ തൊടും. ദൈവം പരിശുദ്ധാത്മാവ് തൊടും. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അയക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അയക്കപ്പെട്ടില്ലെങ്കിൽ, ഇതൊരു നല്ല ഭാഗമാകട്ടോ. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ആരും അയക്കാതെ ഞാൻ എങ്ങനെ പ്രസംഗിക്കും? ഇതൊരു നല്ല ചോദ്യമാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കുറെ പ്രിപ്പയർ ചെയ്തുള്ള സർമണ് എഴുതി വെച്ചിരുന്ന് പ്രസംഗിച്ച് അത് ഇരുന്ന് എല്ലാവരെയും ബോറടിപ്പിക്കുന്ന ഒരു അന്തരീക്ഷങ്ങളുണ്ട്. ഇവിടെ പറയുന്നത് അയക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? എനിക്കൊരു വ്യക്തിയെ അറിയാം. ആ വ്യക്തി ബോംബെയിൽ വന്നിട്ട് ഒരു മീറ്റിംഗിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ US-ലൊക്കെ പോയപ്പം എനിക്ക് ചില സ്ഥലത്തൊക്കെ പ്രസംഗിക്കാൻ കിട്ടി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ച് പടക്കമുണ്ട്, എൻ്റെ കയ്യിൽ എപ്പോഴും കുറച്ച് പടക്കമുണ്ടെന്ന്. ആ മീറ്റിംഗ് കഴിഞ്ഞ് ആ വ്യക്തിയുടെ അടുത്തോട്ട് പോയിട്ട് ഞാൻ ചോദിച്ചു, ഈ പടക്കമുണ്ടെന്ന് ഞാൻ കേട്ടു, പക്ഷേ എനിക്കൊരു ചോദ്യമുണ്ട്. ഉണ്ടെന്ന് ഞാൻ കേട്ടു, പക്ഷെ എനിക്കൊരു ചോദ്യമുണ്ട്. എൻ്റെ ചോദ്യം, എത്ര പൊട്ടിച്ചു? പടക്കം ഉണ്ട്, പക്ഷെ എത്ര പൊട്ടിച്ചു? നമ്മൾ കുറച്ച് പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ എത്ര പൊട്ടിച്ചു? എത്ര പേരുടെ ഹൃദയത്തെ സ്പർശിച്ചു? എത്ര ഹൃദയങ്ങളെ മാനസാന്തരത്തിലോട്ട് കൊണ്ടുവരുവാൻ സാധിച്ചു? എത്ര ജീവിതത്തിൽ പരിവർത്തനം കൊണ്ടുവരുവാൻ സാധിച്ചു? എത്ര വ്യക്തികളെ നമ്മൾക്ക് ഒരു വ്യത്യസ്തമായ വിധത്തിൽ കൊണ്ടുവരുവാൻ സാധിച്ചു? അയക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? ഇതാണ് ഈ ഭാഗത്തിന്റെ മർമ്മം. ഈ 13 തൊട്ട് 17 മെയിൻ വാക്യമാണ്. അയക്കപ്പെട്ടില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അയക്കപ്പെട്ടവനായിരിക്കണം. ഹല്ലേലൂയ. പ്രസംഗിക്കാൻ തീരുമാനിച്ചവനും ദൈവം അയച്ചവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നുകൂടെ പറയാം, പ്രസംഗിക്കാൻ തീരുമാനിച്ചവനും ദൈവം അയച്ചവനും തമ്മിൽ വ്യത്യാസമുണ്ട്. In other words, let me bring it in the English version. Are you raised or do you rise up? Are you raised or do you rise up? നമ്മൾ തന്നെ എഴുന്നേൽക്കുകയാണോ അതോ നമ്മളെ ദൈവം എഴുന്നേറ്റിപ്പിക്കുകയാണോ? വ്യത്യാസമുണ്ട്. വളരെ വ്യക്തികൾ സ്വന്തമായിട്ട് എണീച്ചു വരികയാണ്, പക്ഷെ ദൈവം ഉയർത്തുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയാമോ? ദൈവം അയക്കുന്നവൻ വിളിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം അയക്കുന്നവൻ വിളിക്കപ്പെട്ടവനാ. ദൈവം അയക്കുന്നവൻ നിയോഗിക്കപ്പെട്ടവനാ. ദൈവം അയക്കുന്നവൻ ഉത്തരവാദിത്തമുള്ളവനാ. ദൈവം അയക്കുന്നവൻ ദൈവത്തിന്റെ ഭാരമേറ്റ് ദൈവത്തിന്റെ ഹൃദയത്തെ എടുത്തുകൊണ്ട് നടക്കുന്നവരാ. മോശ നടന്നപ്പോൾ ദൈവം പറഞ്ഞു, ഐ ഹാവ് സീൻ ദ മിസറി ഓഫ് മൈ പീപ്പിൾ. ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നടുവിലിറങ്ങി അവരെ
ആ കഷ്ടതയിൽ നിന്ന് ഒരു തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തോട്ട് കൊണ്ടുപോകുവാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞതുപോലെ ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് നമുക്ക് കാണുവാൻ സാധിക്കും. ജീസസ് വാസ് മൂവ്ഡ് വിത്ത് എ കമ്പാഷൻ. യേശുവിന് ഒരു ഹൃദയത്തിനൊരു ഭാരം തോന്നുമ്പോൾ, ആ ഭാരത്തോടെ പ്രസംഗിക്കുമ്പോൾ, ഭാരത്തോടെ ദൈവിക കമ്പാഷനിൽ കൂടെ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ദൈവം അയക്കപ്പെട്ടവന്റെ വ്യത്യാസം എന്തറിയാമോ? അവൻ മനുഷ്യരുടെ പ്രശംസ തേടുന്നില്ല. ശ്രദ്ധിച്ചു നോക്കണം, നമ്മുടെ സമൂഹത്തിൽ നിന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ പ്രശംസ നേടുവാൻ നിൽക്കുന്ന ജനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്, പാസ്റ്റർമാരുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളൊന്ന് ഷൈൻ ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്ന കുറെ വ്യക്തികളുണ്ട്. ഈ അയക്കപ്പെട്ടവൻ ദൈവത്തിന്റെ ഇഷ്ടം അന്വേഷിക്കുന്നവനാ. They protect the purity and the holiness what God has given. ദൈവം തന്ന ആ വിശുദ്ധി സംരക്ഷിക്കുന്ന വ്യക്തികളാ. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് കാര്യം, അവർ സത്യത്തിൽ നിന്ന് വഴുതുന്നവരല്ല. ഇന്ന് എത്ര വ്യക്തികളാണെന്നറിയാമോ വഴുതിക്കൊണ്ടിരിക്കുക. കാലങ്ങോട്ട് തെന്നി എവിടെയാ വീഴുന്നതെന്ന് അറിയത്തില്ല അവര്. ദൈവം അയക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ നടക്കുകയാണ്. ദൈവം അയക്കുമ്പോൾ വചനത്തിനൊരു ഭാരമുണ്ട്, ഒരു ശക്തിയുണ്ട്. ദൈവം അയക്കുമ്പോൾ പ്രസംഗത്തിനൊരു അധികാരമുണ്ട്, ഒരു ഓത്തന്റിസിറ്റി ഉണ്ട്, ഒരു ടോണിന് വ്യത്യാസമുണ്ട്. ഒരു വ്യക്തി ഒരു ആലയത്തിന്റെ പാസ്റ്ററായിരുന്നു. ഈ വ്യക്തി കുറെ നാൾ ജോലി ചെയ്ത് കഴിഞ്ഞ് ചർച്ചിനോട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി സാലറി കൂട്ടി കിട്ടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ചർച്ച് പറഞ്ഞു, വളരെ നല്ല കാര്യമാ, പക്ഷേ ഞങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഉടനെ തന്നെ ഈ വ്യക്തി അങ്ങോട്ട് റിസൈൻ ചെയ്തു. പക്ഷേ റിസൈൻ ചെയ്തിട്ട് ഈ വ്യക്തി എന്താ ചെയ്യുന്നതെന്നറിയാമോ? അത് കഴിഞ്ഞിട്ട് ഒരു കൺസൾട്ടൻസി, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ട് എവിടെയോ ജോലി ചെയ്യുകയാണ്. ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഒരു പ്രൊഫഷനാക്കി മാറ്റുന്നവരുണ്ട്. പക്ഷേ ഈ അയക്കപ്പെട്ടവൻ, ദൈവം അയക്കുന്നവൻ അങ്ങനല്ല. ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ദൈവമക്കൾ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം അയച്ചവൻ പ്രസംഗിക്കുന്നതിന് വ്യത്യാസമുണ്ട്. അവൻ പ്രസംഗിക്കുന്നത് ദൈവത്തെ മാനിക്കുവാൻ വേണ്ടി മാത്രം. അവൻ വചനത്തെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ഭാഗം, അവർ എങ്ങനെ വിശ്വസിക്കും? നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാമത്തെ വാക്യം, 8-ാമത്തെ അധ്യായത്തിലോട്ടൊന്ന് പോകാം. അപ്പോസ്തല പ്രവൃത്തികളുടെ 8-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്നു ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഒരു നല്ല മിനിസ്ട്രി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാ ഈ കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മെഗാ ചർച്ചിന്റെ ഒരു പാസ്റ്റർ ആയിരുന്നു എന്ന് വിചാരിച്ചോ? കാരണം ആ അപ്പോസ്തല പ്രവർത്തികളുടെ 8-ാമത്തെ അധ്യായം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഈ 8-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസിന്റെ മിനിസ്ട്രി വളരെ അധികം വികസിച്ച് പട്ടണത്തിലുള്ളവരെല്ലാം ഫിലിപ്പോസിനെ അറിഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് കർത്താവിന്റെ ദൂതൻ വന്ന് പറയുന്നത്. എവിടെയാ പോകുന്നത്? ഒരു മെഗാ ചർച്ചിലോട്ട് പോകാനല്ല പറയുന്നത്, നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്നക്ക എന്ന ഐത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ണനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരുശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്നു അവൻ പറഞ്ഞു. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. ആർക്കുവാനുള്ള ആടിനെപ്പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെപ്പോലെ അവൻ വായ് തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്നും അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു?
തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്തു ആധാരമാക്കി അവനോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ ഇങ്ങനെ വഴി പോകയിൽ വെള്ളമുള്ളൊരു സ്ഥലത്തു എത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു. അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ തേർ നിർത്തുവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ഫിലിപ്പോസിനെ ദൈവം അയച്ചു. ഒരു ഷണ്ണനായ ഈ വ്യക്തിക്ക് വചനം വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷേ ഈ ഫിലിപ്പോസ് വന്നിട്ട് ആ വ്യക്തിയോട് പറയുമ്പോൾ ആ ഫിലിപ്പോസിന്റെ ശബ്ദത്തെക്കാളും ആ ഫിലിപ്പോസിന്റെ തിയോളജിക്കൽ നോളജിനേക്കാളും ആ അയച്ചവനാ. ദൈവം അയക്കുമ്പോൾ ദൈവം ശക്തി കൊടുക്കും, ദൈവം കൃപ കൊടുക്കും. പ്രൈസ് ദ ലോർഡ്. യേശു 70 പേരെ അയച്ചു. അവരെല്ലാം പോയി. അവർക്ക് തിയോളജി അറിയാമായിരുന്നു. അവർ ഏത് കോളേജിൽ പോയി, ഏത് തിയോളജി കോളേജിൽ പോയിട്ട് ഡിഗ്രി എടുത്തവരായിരുന്നു. പക്ഷെ അവരെല്ലാം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ യേശുവിനോട് ഒരു കാര്യം പറഞ്ഞു. ഡു യു നോ സംതിങ്? ഞാൻ അതിശയിച്ചു പോയി കേട്ടോ. പറഞ്ഞു, ഐ സോ ദ ഡീമൻസ് സബ്മിറ്റ് ടു us in your name. അവിടെ ഭൂതങ്ങൾ സമർപ്പിക്കുകയാണ്. നമ്മൾ പാടും, പോയിടട്ടെ 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 പോയിടട്ടെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോയിടട്ടെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പോയിടട്ടെ. പോയിടട്ടെ പോയിടട്ടെ. പക്ഷെ എപ്പോഴാ പോകുന്നതെന്നറിയാമോ? ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞാൽ പോകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഭൂതത്തോട് പോകാൻ പറഞ്ഞാൽ പോകത്തില്ല. യേശുവിന്റെ നാമം ഒരു മാജിക് അല്ല. പക്ഷെ യേശുവിന്റെ നാമം ഉച്ചരിക്കുമ്പോൾ ദൈവിക പദ്ധതിയിൽ ദൈവം അയച്ചവന്റെ വായിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ, അവന്റെ അഭിഷേകത്തിൽ കൂടെ പറയുമ്പോൾ അവിടെ ഒരു വിടുതൽ 100% സംഭവിച്ചിരിക്കും. റോമരുടെ ഈ ഭാഗം, നമ്മൾ വായിച്ച ഭാഗം തിരിച്ചു വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്, ഫെയ്ത്ത് കംസ് ബൈ ഹിയറിംഗ് ആൻഡ് ഹിയറിംഗ് ദ വേർഡ്സ് ഓഫ് ക്രൈസ്റ്റ്. പ്രസംഗം കേൾക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന വ്യക്തി അയക്കപ്പെട്ടവനായിരിക്കണം. ആ പ്രസംഗിക്കുന്ന വ്യക്തി അഭിഷക്തനായിരിക്കണം. ആ പ്രസംഗിക്കുന്ന വ്യക്തിക്ക് ഒരു ദൈവവുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ആ പ്രസംഗിക്കുന്ന വ്യക്തി ഒരു ഹോളിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. ആ പ്രസംഗിക്കുന്ന വ്യക്തി വളരെ അധികം ഒരു ഇന്റഗ്രിറ്റിയും ഓണസ്റ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. നമ്മുടെ കയ്യിൽ കുറെ പടക്കം കാണും കേട്ടോ. പക്ഷെ ഈ പടക്കം പൊട്ടിച്ചാൽ ഒന്നും പൊട്ടത്തില്ല. ബിക്കോസ് നമ്മളാ പൊട്ടിക്കുന്നത്. പക്ഷെ ദൈവത്തിന് അങ്ങോട്ട് കൊടുത്താലേ ദൈവം പൊട്ടിക്കും. ദൈവം പ്രവർത്തിക്കട്ടെ. പൗലോസ് അപ്പോസ്തലനും അപ്പോസ്തലന്മാരും ചെയ്ത കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തികളുടെ 19-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, God performed unusual miracles through the hands of Paul. ദൈവം അപ്പോസ്തലന്റെ ആ പൗലോസിന്റെ കൈകളാൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. നമ്മൾ മറന്നു പോകുന്ന കാര്യം, ഗോഡ് പെർഫോംഡ് എന്നുള്ള ഭാഗം വിട്ടിട്ട് നമ്മൾ പെർഫോം ചെയ്യാൻ പോയാല് ഒന്നും നടക്കത്തില്ല. അഭിഷേകം കോപ്പി ചെയ്യാൻ പറ്റത്തില്ല. അഭിഷേകം മിമിക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വിശ്വാസം ഒരു കാര്യം പറയട്ടെ, മനസ്സിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തെ വിനയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ജീവിതത്തെ തിരിച്ചു നയിക്കുന്ന ഒരു പ്രതീകമാണ് വിശ്വാസം. യാഥാർത്ഥ വിശ്വാസം അനുസരണത്തിലേക്ക് നയിക്കുകയാണ്, വിശുദ്ധിയിലേക്ക് നയിക്കുകയാണ്, സമർപ്പണത്തിലേക്ക് നയിക്കുകയാണ്. പ്രസംഗം കേൾക്കുന്നത് ഒരു ആക്ടിവിറ്റി ആകാൻ പാടില്ല. ഈവൻ പ്രസംഗിക്കുന്നതും ഒരു ആക്ടിവിറ്റി ആകാൻ പാടില്ല. ഒരു ദേവദാസന്റെ പേരാണ് പോൾ യോങ്ങിച്ചോ എന്ന് പറഞ്ഞ ഒരു വ്യക്തി. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം വളരെ ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചർച്ച് വളരെ വലിയ ചർച്ചായിരുന്നു. ഒരു പ്രാവശ്യം ഈ ദേവദാസനെ ഒരു സ്ഥലത്തോട്ട് പ്രസംഗിക്കുവാൻ വിളിച്ചു.
ഈ ദേവദാസൻ 8 മണിക്കത്തെ മീറ്റിംഗ് ആണെങ്കിൽ ഈ ദേവദാസൻ അവിടെ ഇല്ല. കുറെ നേരമായി, എല്ലാവരും കാത്തിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞ് ആരോ പോയി ചോദിച്ചു, സർ എന്തോ പറ്റിയത്, എന്താ വരാത്ത മീറ്റിങ്ങിന്? അപ്പൊ ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞത്, എനിക്ക് ആഗ്രഹമുണ്ട് പ്രസംഗിക്കാൻ, പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ. എനിക്ക് ആഗ്രഹമുണ്ട് പ്രസംഗിക്കാൻ, പക്ഷെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല. ഇൻ അതർ വേർഡ്സ്, സിമ്പിൾ ലാംഗ്വേജിൽ, എൻ്റെ കയ്യിൽ കുറെ പടക്കമുണ്ട്, പക്ഷെ അത് പൊട്ടിക്കാനുള്ള ഒരു എന്താ പറഞ്ഞ ഇൻസ്പിറേഷൻ ഇല്ല എനിക്കിപ്പോൾ. ഒരു പ്രസംഗിക്കുമ്പോൾ അതിന് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. ഒരു മീറ്റിങ്ങിന് വരുമ്പോൾ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഐ എം ടോക്കിംഗ് അബൌട്ട് സംതിങ് ലൈക്ക് 20 years മിനിമം, ഞാൻ ഒരു ഡിവോഷൻ എഴുതിയപ്പോൾ ഇങ്ങനെയാണ് എഴുതിയത്, യോണിങ് ആൻഡ് സ്നോറിങ് ഇൻ ദ ചർച്ച്. യോണിങ് ആൻഡ് സ്നോറിങ് ഇൻ ദ ചർച്ച്. ആ ഡിവോഷനിൽ ഞാൻ ഇങ്ങനെയാണ് എഴുതിയത്, നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ ആ ദിവസം ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് കുറെ സാധനങ്ങളൊക്കെ മേടിച്ച് പോകുന്ന വഴിക്ക് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം 6 മണിക്കായിരിക്കും മീറ്റിംഗ്. അവസാനം പള്ളിയിലോട്ട് പോകുമ്പം നമ്മൾ ടയേർഡാ. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നല്ല പിസ്സയോ എന്തെങ്കിലും നല്ല ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു പ്രിപ്പറേഷനും ഇല്ലെന്നേ. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ പിക്നിക്കിനും ഒക്കെ പോയിട്ടായിരിക്കും വരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാം, നമ്മുടെയൊക്കെ ഒത്തിരി ആലയങ്ങളിൽ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഗെയിംസ് ഒക്കെ വെക്കും. എനിക്കറിയത്തില്ല ഇത് എവിടെ നിന്നാ കിട്ടിയത്. വേദപുസ്തകത്തിൽ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. പൗലോസ് ഒരു ഗെയിം, ടെന്നീസോ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ വെച്ചിട്ട് ആൾക്കാരെ വിളിച്ചിട്ട് കുറച്ച് കളിച്ചിട്ട് അവസാനം പിന്നെ വേദപുസ്തകം തുറക്കുന്നത്. പ്രേയർ, പ്രാർത്ഥന, പ്രിപ്പറേഷൻ ഉള്ളതായിരിക്കണം. 120 പേര് ആ പെന്തിക്കോസ്ത് നാളിൽ അവിടെ കാത്തിരുന്നു. ആ കാത്തിരിക്കുന്നവരായിരുന്നു, അല്ലാതെ പോയി ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നവരല്ലായിരുന്നു കേട്ടോ. യേശു പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കണം. അവർ കാത്തിരുന്നു. അവസാനം അവര് ആ പടക്കം പൊട്ടിച്ചപ്പോഴേ അവിടെ ഭയങ്കര അഭിഷേകത്തിന്റെ ഒരു അനുഭവമായിരുന്നു കേട്ടോ. അവിടെ ഒരു എന്തോ പരിശുദ്ധാത്മാവിന്റെ അന്തരീക്ഷം അനുഭവം ആയിട്ട് മനുഷ്യരെല്ലാവരും വന്നിട്ട് അപ്പോസ്തലന്മാരോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? വാട്ട് മസ്റ്റ് വി ഡു ടു, ഹൗ ക്യാൻ വി ബി സേവ്ഡ്? എനിക്ക് രക്ഷ എങ്ങനെ പ്രാപിക്കും? അപ്പോൾ പറഞ്ഞു, റിപ്പന്റ്, മാനസാന്തരപ്പെട്. ഹല്ലേലൂയ. 120 പേര് കാത്തിരുന്നു. നമ്മൾക്ക് കാത്തിരിക്കാൻ സമയമുണ്ടോ? പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ടോ? ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗിലോട്ട് കയറുന്ന ഒരു അനുഭവമാണോ? പ്രാർത്ഥന ഒരു പ്രിപ്പറേഷൻ ഉള്ളതായിരിക്കണം. പ്രാർത്ഥന ഒരു ആക്ടിവിറ്റി ആകാൻ പാടില്ല. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായ കാര്യമാണ്. വെൻ വി കം, നമ്മൾ ഒന്നിച്ച് 120 പേര് ആ പെന്തിക്കോസ്ത് നാളിൽ നിന്നപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത് നിന്നതുപോലെ അവിടെ പ്രിപ്പയർ ചെയ്തപ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി അനുഭവപ്പെട്ടു, കാണപ്പെട്ടു. 3000 പേര് സ്നാനമെടുത്തു. സഭ, അവിടെയാണ് ഒരു പുതിയ സഭ ഉത്ഭവപ്പെടുന്നത്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഒരൊറ്റ പ്രസംഗം ശരിക്കും പ്രസംഗിക്കുമ്പോൾ, ഒരൊറ്റ പ്രസംഗം ശരിക്കും കേൾക്കുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം പറയാം. ഒരു വ്യക്തിയോട്, ഒരു നല്ലൊരു പ്രാസംഗികനായ ഒരു വ്യക്തിയോട് വേറൊരു വ്യക്തി ചോദിച്ചു, നീ എത്ര സമയം ഒരു പ്രസംഗം ഉണ്ടാക്കുവാൻ എടുക്കുമെന്ന്? നീ എത്ര സമയം ഒരു പ്രസംഗം ഉണ്ടാക്കുവാൻ എടുക്കുമെന്ന്? ആ വ്യക്തി പറഞ്ഞു, എൻ്റെ കംപ്ലീറ്റ് ലൈഫ്, മൈ ഹോൾ ലൈഫ്. പിന്നെയും ആ വ്യക്തി ചോദിച്ചു, എത്ര സമയം ഒരു പ്രസംഗം ഉണ്ടാക്കുവാൻ എടുക്കും? ആ വ്യക്തി പിന്നെയും പറഞ്ഞു, മൈ ഹോൾ ലൈഫ്. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, ഐ എം സോറി, നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് ഒരു പ്രസംഗം ഉണ്ടാക്കുവാൻ എത്ര സമയം എടുക്കും? ആ വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി, എൻ്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ ചോദ്യം എത്ര സമയം ഞാൻ ഒരു പ്രസംഗം ഉണ്ടാക്കുവാൻ എടുക്കുമെന്ന്. എൻ്റെ ഉത്തരം എൻ്റെ ഹോൾ ലൈഫ്. ഇൻ അതർ വേർഡ്സ്, ഞാൻ എന്നോട് പ്രസംഗിക്കാത്ത പ്രസംഗം ഒരു പ്രസംഗമായിരിക്കും. അതിനൊരു അനുഭവമില്ലാത്ത ഒരു പ്രസംഗമായിരിക്കും. രക്ഷ ഒരു നിമിഷത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ അതിന് പിന്നിൽ ദൈവത്തിൻ്റെ
ഒരു വലിയ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ദൈവം അയക്കുന്നു, വചനം പ്രസംഗിക്കുന്നു, നാം കേൾക്കുന്നു, വിശ്വസിക്കുന്നു, വിളിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു. ഇതാണ് പ്രോസസ്സ്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ദൈവം അയക്കുന്നു, വചനം പ്രസംഗിക്കപ്പെടുന്നു, നാം കേൾക്കുന്നു, വിശ്വസിക്കുന്നു, വിളിക്കുന്നു, രക്ഷിക്കപ്പെടുന്നു. ഇതാണ് സമ്മറി റോമറുടെ ഇത്രയും വായിച്ച ഭാഗം. പക്ഷേ ഇനി അങ്ങോട്ട് തിരിച്ചു വായിക്കുമ്പോൾ മനസ്സിലാകും, ഈ രക്ഷിക്കപ്പെടുന്നവൻ വിളിക്കപ്പെട്ടവനാകുന്നു, ഈ വിളിക്കപ്പെട്ടവൻ വിശ്വസിക്കുന്നു. പിന്നെ ആ പ്രോസസ്സിലാണ് അവന്റെ ഫെയ്ത്ത് ബിൽഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റിവേഴ്സ് തിയറിയിൽ നമ്മൾ നോക്കുമ്പോൾ ദൈവം അയച്ച വചനത്തെ നാം ബഹുമാനിക്കുന്നുണ്ടോ? കേൾക്കുന്ന ഓരോ വചനവും നമ്മുടെ വിശ്വാസത്തെ വളർത്തുന്നുണ്ടോ? പ്രസംഗം സാധാരണമല്ല. ഹല്ലേലൂയ. പ്രസംഗം സാധാരണമല്ല, കേൾവി സാധാരണമല്ല, വിശ്വാസം സാധാരണമല്ല. ഇത് ദൈവിക പദ്ധതിയാണ്. എന്തു കേൾക്കുന്നു എന്നല്ല, എങ്ങനെ കേൾക്കുന്നു. സെൽഫോൺ സൈഡിൽ വെച്ചിട്ടാണോ കേൾക്കുന്നത്? അതോ സെൽഫോൺ സൈലന്റ് വെച്ചിട്ടാണോ? അതോ ഇടയ്ക്ക് ചിലവർക്ക് പ്രസംഗം അയക്കുമ്പോൾ ഞാൻ ചോദിക്കും, അപ്പൊ പറയും ഞാൻ കംപ്ലീറ്റ് പ്രസംഗം കേൾക്കാൻ പറ്റിയില്ലെന്ന്. എന്താ കാരണമെന്നറിയാം? ഏതോ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ഉടനെ ആ പ്രസംഗം പോയി. ദൈവം നമ്മെ കേൾപ്പിക്കുന്ന ഇന്നത്തെ പ്രസംഗം നമ്മുടെ വിശ്വാസത്തെ ഒരു വർദ്ധിക്കുന്ന ഒരു അനുഭവമായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവമേ, ഈ രാത്രിയിൽ കർത്താവേ നീ സംസാരിച്ച കാര്യം ദൈവമേ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് കർത്താവെ അപ്ലൈ ചെയ്യുവാനും അത് മനസ്സിലാക്കുവാനും അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.